ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആ മാമ കുറച്ച് ദിവസമായി പറയണ് രൂപിക്ക് ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവാണ്, വേഗം വന്ന് പൊട്ടിക്കാനായിട്ട്. ഞങ്ങൾക്ക് നേരില്ലാത്ത കാരണം പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നൊരു സൺഡേ കാരണം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പുറപ്പെട്ടു. അവിടെ എത്തി. രണ്ട് രൂപിക്ക് മരം നമുക്കുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ഉണ്ട്, സൈഡിലും ഉണ്ട്. രണ്ടിലും നല്ലോണം രൂപിക്കിട്ടായിട്ടുണ്ട്. പക്ഷേ കൈ എത്തിച്ചിട്ട് കുറച്ച് പൊട്ടിക്കാൻ പറ്റുള്ളൂ, മുകളിൽ കയറണം. പിന്നെ അവൻ കയറാനായിട്ട് എക്സ്പേർട്ടായ കാരണം കയറി പൊട്ടിച്ചെന്നുള്ളൂ. അപ്പോൾ എനിക്ക് ലൂപിക്ക ഭയങ്കര ഇഷ്ടമാണ്. രൂപിക്ക പിന്നെ ലൗലോലിക്ക, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഞങ്ങൾ ലൂപിക്ക എന്നാണ് പറയുക, ഇവിടെ പറയുക അങ്ങനെയാട്ടോ തൃശ്ശൂരൊക്കെ. അപ്പോൾ തൃശ്ശൂർ തന്നെ പല സൈഡിലും പലതും പറയും കേട്ടോ. അപ്പം ഞാനൊന്ന് അതിന് ടേസ്റ്റൊക്കെ നോക്കാൻ കേട്ടോ. നല്ല പുളിയുണ്ട്. മീൻകൂട്ടം പൊട്ടിച്ച് കവറിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പറയണതൊക്കെ കേൾക്കണ്ടായിരുന്നു. നിലത്ത് വീണതൊന്നും പറക്കലെന്ന് പറഞ്ഞപ്പോൾ ആളൊക്കെ കൂട്ടി. പറക്കാണ്ടതൊക്കെ എന്താ പറയണം കേൾക്കണ കുട്ടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. ഇവിടത്തെ ഈ മരത്തുമ്മ കുഴപ്പമില്ല. നമ്മൾ അടിയിലൊക്കെ ഇത്തിരി ക്ലീനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുല്ല് വെട്ടണം. അപ്പോൾ നമ്മൾ ഇന്നാൾ പുല്ല് വെട്ടിയിട്ടുള്ള കാരണം നല്ല ക്ലീനായിട്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രണ്ടിൽ ഇത്തിരി കാട് പിടിച്ച് കിടക്കണ്ടായിരുന്നു. അവിടെ പോകാൻ എനിക്ക് പേടിയാണ്. പിന്നെ പാമ്പ് ഇങ്ങനെ ഇഷ്ടം പോലെ പാമ്പുകളെ കാണുന്ന കാരണം ഞാനങ്ങനെ തന്നെ ഒന്നും ഇറങ്ങുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനൊക്കെ. അപ്പോൾ മെഴുതേ കവറിലാണ് ഇടുന്നത്. നമ്മളിത് കുറേ പേർക്ക് കൊടുക്കും കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ചേച്ചിമാർക്കൊക്കെ അങ്ങനെ കൊടുക്കും കേട്ടോ, ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട്. ഇതൊരു നമ്മുടെ പാമ്പും കാവാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി നടന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെ എല്ലാത്തരം മരങ്ങളുണ്ടായിരുന്നു. കുറച്ച് മരങ്ങളൊക്കെ വെട്ടി. പിന്നെ കൂടുതലുള്ളത് ജാതിക്കാണ് കേട്ടോ. പിന്നെ ഏതാ മരം, മാങ്ങയുണ്ട്, ആപ്പിൾ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചാമ്പയ്ക്ക മരമൊക്കെ ഉണ്ട് കേട്ടോ. ആ ചാമ്പയ്ക്കൊന്നും നമ്മളിവിടുന്ന് വലുതാണ് സൈഡിൽ നിൽക്കുന്നുണ്ട്, അതങ്ങനെ കാര്യമായിട്ട് പൊട്ടിക്കാറില്ല. ഈ രൂപിക്കാണ്. പിന്നെ മാംഗോസ്റ്റീനുണ്ട്, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. മുത്തശ്ശി മോളും അവിടെ ഭയങ്കര സ്നേഹപ്രകടനമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൻ മരത്തിൻ്റെ മുകളിൽ കയറി വെക്കുക കേട്ടോ പൊട്ടിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ കവറ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, കവർ പകുതി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അമ്മാമയ്ക്കും ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അമ്മാമയ്ക്കും അവിടെ അവർക്ക് കൊടുക്കാനായിട്ട് അമ്മാമയ്ക്കും കൊടുത്തു. പിന്നെ നമ്മളും എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇടും. ഇതിന് തൊട്ടപ്പുറത്ത് പാടാണ്. പാടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മിഴി വാശി പിടിക്കുകയാണ്. അപ്പോൾ അവനും കൂടി വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമാധാനിപ്പിച്ച് കൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ രൂപയ്ക്ക് കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഇത് കാണുമ്പോൾ പണ്ട് ഈ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ രൂപയ്ക്കും പിന്നെ നെല്ലിക്കൊക്കെ ഫ്രണ്ട്സ് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കിത് അധികം അങ്ങനെ കിട്ടില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഇത് കഴിക്കാനും ഭയങ്കരമൊക്കെ ഒരു കൊതിയായിരുന്നു. നമ്മളിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ടേസ്റ്റൊക്കെ നോക്കുള്ളൂ. നമ്മുടെ വീട്ടിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്നും ഇതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനും കഴിക്കാനൊക്കെ ആയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അവരതൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ട് ലൂബിക്കൊക്കെ. എനിക്കിത് ഉപ്പുമുളക് ഇട്ടിട്ടും പിന്നെ അച്ചാറിട്ടിട്ടൊക്കെ മിഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ അവിടെ തൊട്ടപ്പുറത്ത് ഒരു വലിയ ഇങ്ങനെ പാടം ഉണ്ട് കേട്ടോ. അപ്പോൾ കായലാണ് ശരിക്കത്, വെള്ളമൊന്നും ഇല്ലാത്ത കാരണം പാടമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഞങ്ങൾ പോവുക. അതിൻ്റെ അപ്പുറത്താണ് നമുക്കൊരു കനാല് തന്നെയല്ലേ, കനാലുണ്ട്. അവിടെ ഞങ്ങൾ ഒരു വട്ടം കുളിക്കാനൊക്കെ, ഒരു വട്ടം 2 വട്ടമൊക്കെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട്. നല്ല രസമായിട്ട് ഇവിടെ വരുമ്പോൾ. ഞാൻ ഇവിടുത്തെ ഫുള്ള് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കോടി കളിക്കാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് വരാനൊക്കെ ആയിട്ട്. ഞങ്ങൾ ആദ്യമൊക്കെ സന്ധ്യ സമയത്തൊക്കെ വന്നിരിക്കാറുണ്ട്. ഇത് അവിടെ കൊണ്ടൊരു പൂവാട്ടാ, നല്ല ഭംഗിയുള്ളൊരു ചെടി. എനിക്ക് ഈ പൂവ് ഭയങ്കര ഇഷ്ടം. എന്തിൻ്റെയാണെന്നൊന്നും അറിയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, മറക്കല്ലേ. ഓക്കെ, ബൈ.